കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ സിപിഎം സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാളെ ജില്ലയിലെത്തും. വിമതരുമായി ചർച്ച നടത്താനാണ് സാധ്യത. സംസ്ഥാന സമ്മേളനം വരെ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. കണ്ണൻ നായരുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. കണ്ണൻ, ആകെ നാണക്കേടും പൊല്ലാപ്പുമാണ് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുൻപ് ഈ വിഷയം ഉണ്ടാകുന്നത്. നേരിട്ട് എം വി ഗോവിന്ദൻ ഇറങ്ങുകയാണ്. എന്താണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടി എങ്ങനെയാണ്? ഇത് പാർട്ടിക്ക് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് സിപിഎമ്മിന്റെ പൊതുവിലയിരുത്തൽ. സിപിഎം ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ഈ വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഇന്ന് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും പൊതുവികാരം ഉണ്ടായത് ഇത് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ജില്ലയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. 2015 ആലപ്പുഴ സമ്മേളനത്തിന് ശേഷം സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വരും കാലങ്ങളിൽ മറ്റു ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ അതിന്റെ അടുത്ത ദിവസം തന്നെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജില്ലയിലേക്ക് എത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നാളെ സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം രാവിലെ 10 മണിക്ക് ചേരും. അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗവും ചേരും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വിമതരുമായി ഈ കാര്യങ്ങൾ സംസാരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ മേൽക്കൈയുള്ള ഒരു വിഭാഗത്തിന്റെയും കൂടി അവരുടെ മേൽക്കൂടി ഒരു വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള ഒരു സമീപനത്തിലേക്കാണ് സിപിഎം സംസ്ഥാന നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, ഇന്ന് പ്രകടനം നടത്തിയ ആൾക്കാർക്കെതിരെ ഒരു പ്രത്യക്ഷ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ്. കാരണം സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു നടപടിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. പരാതിയുള്ളവർ പരാതി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുക. അതിനുശേഷം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം വിശദമായിട്ടുള്ള ഒരു കമ്മീഷനെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2, 3, 4 തീയതികളിലാണ് സിപിഎമ്മിന്റെ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ ഒരു 1-2 ദിവസം കൂടി നീട്ടിവെക്കാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനാകില്ല. അങ്ങനെയുള്ള ഒരു ചർച്ചകളും സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചും നാളത്തെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ശരി, കണ്ണൻ നായരാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും സമ്മേളന കാലമാണ്, സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ്. വലിയ പ്രശ്നത്തിലേക്ക് സിപിഎം വിഷയത്തിൽ പോകുന്നില്ല. നടപടി ഉണ്ടാകും, പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള വാർത്തയാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.